നമ്മളുടെയൊക്കെ മിക്സിയുടെ ബ്ലേഡ് അതിന് മൂർച്ച കൂട്ടുവാനായിട്ട് നമുക്ക് പല മെത്തേഡും ഉണ്ട്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി അല്ലേ. മിക്സിയുടെ ജാറ് നമ്മൾ അരയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ അരകല്ലിലൊന്നും ആരും അരയ്ക്കാറില്ല, എല്ലാവരും മിക്സിയിലാണ് അരയ്ക്കാറുള്ളത്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡിൻ്റെയൊക്കെ മൂർച്ച കുറയുവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പല മെത്തേഡും നോക്കി അതിൻ്റെ മൂർച്ച കൂട്ടുവാനും അതുപോലെ തന്നെ നമ്മൾ അരയ്ക്കുന്ന വിശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ ബ്ലേഡിന് ചുറ്റുമൊക്കെ ഇങ്ങനെ കൂടിയിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചാൽ പോകും, എന്നാലും നന്നായിട്ട് വൃത്തിയാകാനുള്ളൊരു മെത്തേഡാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതൊന്നുമല്ല, നമ്മളുടെ പറമ്പിൽ നിൽക്കുന്ന വാഴയുടെ തണ്ട് ഇല കളഞ്ഞിട്ട് അതിൻ്റെ ആ വാഴയുടെ കച്ചി ആ തണ്ട് എടുത്ത് ഇതുപോലെ മുറിച്ച് ചെറുതായിട്ട് മുറിച്ച് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വാഴ കൊണ്ട് പല പ്രയോജനങ്ങളാണ് നമുക്കുള്ളത്. ഒത്തിരി പ്രയോജനങ്ങൾ വാഴ കൊണ്ടുണ്ട്. ഇല കൊണ്ട് പ്രയോജനമുണ്ട്, അതുപോലെ തണ്ട് കൊണ്ട് പ്രയോജനമുണ്ട്, അതുപോലെ അങ്ങനെ പല എല്ലാ വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പ്രയോജനമുള്ളതാണ്. അതിൽ വളരെ നല്ല ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ ബ്ലേഡിനെ മുറിച്ച് കൂട്ടാനായിട്ട് ഇതുപോലെ വാഴക്കച്ചി ഇതുപോലെ വാഴയുടെ തണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളുടെ പറമ്പിൽ നിൽക്കുന്ന വാഴയാണ്, നമുക്ക് യാതൊരു ചിലവുമില്ല. നമ്മൾക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മളതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഇതുപോലെ മിക്സിയുടെ ജാറിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. കൂടുതലിടുവാണെങ്കിൽ നല്ലതാണ്, പക്ഷേ മിനിമം കാൽ ഭാഗത്തോളമെങ്കിലും ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് ഒരു 5 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 4 മിനിറ്റോളം നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് തന്നെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ആ കച്ചിയെല്ലാം ഇതുപോലെ അരയണം, കണ്ടോ. ഇതുപോലെ അരഞ്ഞ് കിട്ടുമ്പോൾ നമ്മളുടെ മിക്സിയുടെ ജാറിന് നല്ല മൂർച്ച കിട്ടും. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. അതുപോലെ തന്നെ മൂർച്ച കൂട്ടുന്നത് തന്നെയല്ല, അപ്പം ഞാനിതൊന്ന് കഴുകി കാണിക്കാം. അത് വളരെ ക്ലീനായിട്ട് ആ മിക്സിയുടെ ജാറ് നമുക്ക് വളരെ ക്ലീനായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. കണ്ടോ, ആ മിക്സിയുടെ ജാറ് വളരെ ക്ലീനായിട്ട് നമ്മൾ ലിക്വിഡ് സോപ്പോ ഒന്നും ഉപയോഗിച്ചില്ല. ഈ വാഴക്കച്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതിലിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അരച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ മിക്സിയുടെ ബ്ലേഡിനും നല്ല മൂർച്ച കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം നല്ല ക്ലീനായി. കണ്ടോ, ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയൊരു മെത്തേഡാണ്. പല മെത്തേഡ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഉപ്പിട്ട് ഞാൻ ഇതുപോലെ ബ്ലേഡിന് മൂർച്ച കൂട്ടാം എന്ന് കണ്ടതുകൊണ്ട് ഉപ്പിട്ട് ഞാനത് അടിച്ചു നോക്കി. പക്ഷെ ഉപ്പിട്ടാൽ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ ആ ഉപ്പിൻ്റെ അവശിഷ്ടങ്ങൾ കയറിയിരിക്കും. അത് നമ്മൾ പിന്നീട് നമ്മൾ അരയ്ക്കുമ്പോൾ ആ ഉപ്പിൻ്റെ കഴിയാൽ പോകും, എന്നാലും അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് വളരെ പെർഫെക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ചയും കൂട്ടിക്കിട്ടും. അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് വളരെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, നിങ്ങളേത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും വളരെ പെർഫെക്റ്റായിട്ട് വളരെ നല്ല ഒരു മെത്തേഡ് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല മെത്തേഡും ഞാൻ നോക്കിയിട്ടുണ്ട്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഓക്കെ.